നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ, അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുണ്ട്. ആ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു മേഖല, അതായത് ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അതായത് വനിതകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെയും അതേപോലെ ഭാരതീയ ന്യായ സംഹിതയിലെയും ചില പ്രധാനപ്പെട്ട ചട്ടങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിലാദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഏതെന്നറിയാവോ? IPC 354 എന്ന് പറയുന്നതാണ്. ഇതിപ്പോൾ ആധുനിക രീതിയിലാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 74 എന്ന് പറയുന്ന സെക്ഷനാണ്. 74 എന്ന് പറയുന്ന സെക്ഷനാണ് ഏത് പ്രകാരമുള്ളത്? ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ളത് 74 എന്ന് പറയുന്ന സെക്ഷനാണ്. എന്താണ് സെക്ഷൻ 74? അതല്ലെങ്കിൽ IPC 354 പ്രതിപാദിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. എന്താണ്? അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഔട്ട്റേജ് ഹെർ മോഡസ്റ്റി. എന്താണെന്ന് വെച്ചാൽ ചാരിത്രശുദ്ധി. ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ചാരിത്രശുദ്ധിയാണ്. ആ ചാരിത്രശുദ്ധിക്ക് ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരു സ്ത്രീയുടെ നേർക്ക് ബലപ്രയോഗം നടത്തുകയാണെങ്കിൽ അത്തരത്തിൽ നടത്തുന്ന ബലപ്രയോഗവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷകളുമൊക്കെയാണ് IPC 354 പ്രതിപാദിക്കുന്നത്. അതായത് ഒരു സ്ത്രീയെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് കടന്നാക്രമിക്കുന്ന പ്രക്രിയ, അതുപ്രകാരം ശിക്ഷയുണ്ട്. എത്രയാണ്? ഇന്ത്യൻ പീനൽ കോഡ്, അതേപോലെ ഭാരതീയ ന്യായ സംഹിത എന്നിവ പ്രകാരം 1 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള ഒരു ശിക്ഷയാണ്. അതായത് 1 വർഷത്തിനും 5 വർഷത്തിനും ഇടയിൽ കിട്ടുന്ന ഒരു ശിക്ഷ, അതാണ് IPC BNS എന്ന് നമ്മൾ പറയുന്ന 1 വർഷത്തിൽ കുറയാത്ത 5 വർഷം വരെ ആകാവുന്ന ഒരു ശിക്ഷയാണ് ഇത്. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസും കൂടിയാണ് അല്ലേ. ഒരു നോൺ ബെയിലബിൾ ഒഫൻസും കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത സെഗ്മെൻ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? അടുത്തത് IPC 354A ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് അല്ലേ. IPC 354A ആണ്. ഇത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 75 പ്രകാരം അല്ലെ, ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 75 പ്രകാരം പ്രതിപാദിക്കുന്നതാണ്. എന്താണ് ഇതിൽ പ്രതിപാദിക്കുന്നത്? സെക്ഷുവൽ ഹരാസ്മെൻ്റ് ആണ് അല്ല. സെക്ഷുവൽ ഹരാസ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ സെക്ഷുവൽ ഹരാസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ലൈംഗിക പീഡനം നടത്തുക എന്ന് പറയുന്നതും അങ്ങനെ ലൈംഗിക പീഡനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷയും അതാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ലൈംഗിക പീഡനവും അതിനുള്ള ശിക്ഷയുമാണ് ഇവിടെയുള്ളത്. സെക്ഷൽ ഹരാസ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്ന ലൈംഗിക പീഡനവും അതിനുള്ള ശിക്ഷയും അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിനുള്ള റീസൺസ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. റീസൺസ് എന്താണ്? റീസൺസ്, കാരണങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും അപ്രകാരം ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അതായത് ഒരു സ്ത്രീക്ക് താല്പര്യമില്ലാത്തൊരു സ്ത്രീയെ സ്പർശിക്കുക, എന്നിട്ട് അവരോട് അതേ രീതിയിൽ തിരികെ സ്പർശിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. ഇത് ലൈംഗിക പീഡനത്തിൻ്റെ ശ്രേണിയിൽ പെടുന്നതാണ്. ഇനിയോ, ലൈംഗിക താല്പര്യത്തിനായിട്ട് ആവശ്യപ്പെടുക. അതായത് നമുക്കൊരു താല്പര്യം ലൈംഗികമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നേരെ അവരോട് ചെന്ന് ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ അതെന്താണ്? ലൈംഗിക പീഡനമാണ്. കാരണം താല്പര്യമില്ലാത്തൊരു വ്യക്തിയോട് താല്പര്യം ഉന്നയിച്ച് ചെയ്യുക, അല്ലെങ്കിൽ താല്പര്യം ഉന്നയിച്ചുകൊണ്ട് ചെല്ലുക എന്ന് പറയുന്നത് കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇനി മൂന്നാമത്തേതെയോ, ലൈംഗികത പ്രകടിപ്പിക്കുന്ന ആംഗ്യങ്ങൾ കാണിക്കുക അല്ലേ. മാന്യമായിട്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് നേരെ ലൈംഗിക ചുവയോട് കൂടിയ അംഗവിക്ഷേപങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതെന്തിൽ പെടും? ലൈംഗിക പ്രകടിപ്പിക്കുന്ന ആംഗ്യങ്ങൾ കാണിക്കുന്നത് ഏതാണ്? ഈ IPC 354 പെടും. ഇപ്രകാരം ഉള്ള കാര്യങ്ങൾക്ക് നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ കഠിന തടവും പിഴയുമാണ് കേട്ടോ. 3 വർഷം വരെ കഠിന തടവും പിഴയുണ്ടാവും. IPC പ്രകാരം ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണെങ്കിലും പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇത് ജാമ്യമില്ലാത്ത വകുപ്പാണ് അല്ലേ. ഇനി വീണ്ടും നമ്മൾ നോക്കിയാലോ, IPC സെക്ഷൻ 354A പ്രകാരം ഒരു ചാർജ് എടുക്കുന്ന ലൈംഗിക ചുവയുള്ള അഭിപ്രായ പ്രകടനമാണ്. അതായത് ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തുന്ന ആ പ്രക്രിയ, അതാണ് ഇവിടെ വരുന്നത് 4ാമത്തെ സെഗ്മെൻറ്റിൽ. അതിന് പക്ഷേ 1 വർഷം വരെ തടവ് ശിക്ഷയുണ്ട്. IPC പ്രകാരം ബെയിലബിൾ ആണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം നോൺ ബെയിലബിളും ആണ്. ഇനി അടുത്തത് IPC സെക്ഷൻ 354B എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ.
IPC സെക്ഷൻ 354B എന്ന് പറയുന്നത് എന്താണ്? ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 76 അല്ലേ? ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 76 അതിലുള്ളത്. അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിസ്റോബ് എന്നാണ് പറയുന്നത്. അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് അല്ലേ? അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിസ്റോബ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ബലപ്രയോഗം ചെയ്യുക, അതായത് വസ്ത്രാക്ഷേപം ചെയ്യുക എന്നതാണ് പറയുന്നത്. ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ബലപ്രയോഗം ചെയ്യുന്ന പ്രക്രിയയാണ് ഇതിൽപ്പെടുന്നത്. ഇത് പ്രകാരം എന്താണ്? IPC BNS അല്ലേ, ഇന്ത്യൻ പീനൽ കോഡും ഭാരതീയ ന്യായ സംഹിത പ്രകാരം എന്താണ്? 3 വർഷം മുതൽ 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണ് ഉണ്ടാകുന്നത് അല്ലേ? 3 വർഷം മുതൽ 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണ് ഇവിടെ ഉണ്ടാവുക. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസാണ്, അതായത് ജാമ്യമില്ലാത്ത ഒരു വകുപ്പാണ് ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കാനായിട്ട് ശ്രമം നടത്തുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയത് സ്പെഷ്യൽ ടോപ്പിക്, സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിലെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഒഫൻസസ് എഗൻസ്റ്റ് വുമൺ ആണ്. IPC 354, 354A, 354B എന്നീ മേഖലകളാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.